ഹലോ പ്രിയപ്പെട്ടവരെ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. വൃക്ഷപരിചയ സെഗ്മെൻറ്റിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇലഞ്ഞി മരമാണ്. നമ്മുടെ പഴയകാല സിനിമാ ഗാനങ്ങളിലൂടെയും കവിഭാവനകളിലൂടെയൊക്കെ നമ്മൾ കേട്ട് ആസ്വദിച്ചിട്ടുള്ള അതേ ഇലഞ്ഞി മരം തന്നെ. ഈ ഒരു വീഡിയോയുടെ ഇൻട്രോ എവിടെ വെച്ച് എടുക്കണമെന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇലഞ്ഞി മരം ഇല്ല. അപ്പോൾ ഇലഞ്ഞി തൈ ഒരെണ്ണം വീട്ടിൽ നിൽക്കേണ്ടത് നമ്മൾ കാണിച്ച് കണ്ടോ, ഒരു കുഞ്ഞിലഞ്ഞി കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ഇലഞ്ഞിമര വീഡിയോയുടെ തുടക്കം ഈ കുഞ്ഞിലഞ്ഞിയുടെ ചുവട്ടിൽ നിന്ന് തന്നെ ആവട്ടെ. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നല്ലൊരു ഇലഞ്ഞിമരത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പോവാം. മരം കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, പോവാം. കണ്ടില്ലേ, നന്നായിട്ട് വളർച്ച എത്തിയിട്ടുള്ള ഒരു ഇലഞ്ഞിയുടെ അടുത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ എല്ലാ ഇടങ്ങളിലും തന്നെ ഉണ്ട് എന്ന് പറയുന്നില്ലെങ്കിലും മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും കാണപ്പെടുന്നൊരു വൃക്ഷം തന്നെയാണ് ഇലഞ്ഞി എന്നുള്ളത്. പുതിയ തലമുറയ്ക്ക് മാത്രമേ ഒരുപക്ഷെ ഇതിനൊരു അപരിചിതത്വം ഉണ്ടാവുള്ളൂ. സപ്പോട്ടേസി എന്ന സസ്യകുടുംബത്തിൽ ഉൾപ്പെട്ട ഇലഞ്ഞിയുടെ ശാസ്ത്രീയ നാമം മിമുസോപ്സ് എലങ്കി എന്നാണ്. ഏതാണ്ട് 20 മീറ്ററിലധികം ഉയരത്തിൽ വളരുന്ന ഇലഞ്ഞി അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജന്മനക്ഷത്ര വൃക്ഷം കൂടിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം കൂടാതെ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലും വടക്കൻ ഓസ്ട്രേലിയയിലും ഇലഞ്ഞിമരം ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഏപ്രിൽ മാസത്തിലെ പൂവിട്ട് ജൂൺ ഒക്ടോബർ മാസ കാലയളവിൽ കായിടുന്ന രീതിയാണ് ഇലഞ്ഞിക്കുള്ളതെങ്കിലും എല്ലാ വർഷങ്ങളിലൊന്നും ഇത് കൃത്യമായിട്ട് നടക്കാറൊന്നുമില്ല. പിന്നെ അതുകൂടാതെ ഇലഞ്ഞിമരത്തിന് പറയാവുന്ന ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് മിക്കവാറും എല്ലാ വർഷങ്ങളിലും കൊമ്പ് ഒടിഞ്ഞു വീഴുന്നൊരു പ്രകൃതം, അങ്ങനൊരു സ്വഭാവം ഇലഞ്ഞിമരത്തിന് കണ്ടുവരുന്നതായിട്ട് പറയുന്നുണ്ട്. വളരെ സുഗന്ധമുള്ള ഇലഞ്ഞിപ്പൂവിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ തൃശ്ശൂർ പൂരത്തിലെ പ്രധാന ആകർഷകമായ ഇലഞ്ഞിത്തർ മേളത്തെ പറ്റി നമുക്ക് പറയാതിരിക്കാനാവില്ല. കാരണം എല്ലാ പൂരക്കാലത്തും പൂത്തു നിൽക്കുന്ന ഇലഞ്ഞി ഒരു സവിശേഷ കാഴ്ച തന്നെയാണ്. അതുകൊണ്ടാണത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. നമ്മുടെ വീട്ടുവളപ്പുകളിലൊക്കെ നട്ടു വളർത്താവുന്ന പൂമരമാണ് ഇലഞ്ഞി എന്ന് വരാഹമിഹിരൻ ബ്രഹ്മസംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്. ഇരിഞ്ഞി, ബകുളം, ഇലന്തി, മുകുര എന്നിങ്ങനെ പ്രാദേശിക ഭേദങ്ങളിലും വിവിധ പേരുകളിലും ഇലഞ്ഞി അറിയപ്പെടുന്നുണ്ട്. ഇലഞ്ഞിമരത്തിൻ്റെ കായ കണ്ടില്ലേ, ചവർപ്പ് കലർന്ന മധുരമുള്ള ഇലഞ്ഞിപ്പഴത്തിന് മഞ്ഞയും കാവിയും ഇടകലർന്ന നിറമാണുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് കായ ഉണ്ടാവുന്നേ ഉള്ളൂ, അത് പഴുത്തിട്ടില്ല. ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഇലഞ്ഞിമര ചോട്ടിൽ ഉതിർന്നു വീഴുന്ന പൂക്കളൊക്കെ പെറുക്കിയിട്ട് കുട്ടികളൊക്കെ മാല കെട്ടി കളിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇലഞ്ഞി പഴം വളരെ സ്വാദോടു കൂടിയിട്ട് കുട്ടികളൊക്കെ കഴിച്ചിരുന്ന ഒരു കാലമായിരുന്നു മുൻപ്. ഇന്നത്തെ തലമുറയ്ക്ക് അത് എത്രത്തോളം പരിചിതമാണ് എന്ന് എനിക്കറിയില്ല. അന്യമാണ് എന്ന് തന്നെയാണ് ഏകദേശം ഒരു ധാരണ വന്നിട്ടുള്ളത്. കാരണം ഇതൊക്കെ പുതിയ കാഴ്ചകളായിരിക്കും ഒരുപക്ഷെ പുതിയ തലമുറയെ സംബന്ധിച്ചിട്ട്. അതുകൂടാതെ ഇലഞ്ഞിമരത്തെ പറ്റി പറയാവുന്ന മറ്റൊരു കാര്യം, കായ വീണിട്ട് ചോട്ടിൽ തന്നെ തൈകൾ മുളയ്ക്കുന്നത് ഇലഞ്ഞിമരത്തിനെ സംബന്ധിച്ച് സംഭവിച്ച് കാണാറില്ല. എന്താണ് അതിൻ്റെ കാരണമെന്നറിയില്ല, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഓരോ വൃക്ഷത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അതിൽ ഇലഞ്ഞിമരത്തെ സംബന്ധിച്ചുള്ളൊരു നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു പ്രത്യേകതയാണ് ഈ പറഞ്ഞത്. ഇനി ഇലഞ്ഞിയുടെ മരപ്പണിയിലുള്ള ഉപയോഗ സാധ്യത പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെയിറ്റുള്ള ഉരുപ്പടികളാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുക. പ്രധാനമായും ഫേർണിച്ചറുകൾ പണിയാനായിട്ടാണ് ഈ മരം ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. ദീർഘകാലം ഈട് നിൽക്കുന്ന ഫേർണിച്ചറുകൾ ഉണ്ടാക്കാനായിട്ട് ഇലഞ്ഞിമരം ബെസ്റ്റ് ആണെന്ന് തന്നെ പറയാം. മുഴുവനായും ഇല പൊഴിക്കുന്ന സ്വഭാവമുള്ളൊരു വൃക്ഷമല്ല ഇലഞ്ഞി. എങ്കിലും ചില കാലങ്ങളിൽ പൂർണ്ണമായ അല്ലെങ്കിൽ കൂടിയും ഇലഞ്ഞിക്കും ഇല പൊഴിച്ചിലുണ്ടാവാറുണ്ട്. അതും ഇലഞ്ഞിയുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ലൊരു അറിവ് തന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളത് ലൈക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന വീഡിയോകളിൽ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ആത്മാർത്ഥമായിട്ടുള്ള പ്രതികരണങ്ങളാണ് അടുത്ത വീഡിയോ എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള വഴികാട്ടിയായിട്ട് എൻ്റെ മുന്നിലുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്തുമാകട്ടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കുറിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.